മോൺസ്റ്റർവേഴ്സ് ഫ്രാഞ്ചൈസിലെ നാലാമത്തെ മൂവിയും ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിന്റെ സീക്വൽ കൂടിയാണ് ഗോഡ്സില്ല കോങ് ദ ന്യൂ എംപയർ. സത്യത്തില് മോൺസ്റ്റർവേഴ്സ് മൂവീസ് ഒക്കെ കാണുമ്പോൾ ഞാൻ കൂടുതലും കഥയൊന്നും നോക്കാറില്ല. ഇതില് നമുക്ക് ആകെ വേണ്ടത് നല്ല ആക്ഷൻ ഫൈറ്റ് സീക്വൻസുകളാണ്. അതും ഗോഡ്സില്ലയുടെയും കോങ്ങിന്റെയും ആക്ഷൻ ഫൈറ്റ് സീക്വൻസുകൾ. ഗോഡ്സില്ല കോങ് ദ ന്യൂ എംപയറിന്റെ കഥയൊക്കെ ഓൾറെഡി ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. സോ നമ്മൾ ട്രെയിലറിൽ കണ്ട എന്താണോ അത് തന്നെയാണ് ഗോഡ്സില്ല കോങ് ദ ന്യൂ എംപയർ. ഈ സിനിമയുടെ സ്റ്റോറിയൊക്കെ വലിയ സംഭവമൊന്നുമല്ലെങ്കിലും നമ്മളെ സിനിമയുടെ അവസാനം വരെ പിടിച്ചിരുത്തി ത്രില്ലടിപ്പിക്കാൻ ഗോഡ്സില്ല കോങ് ദ ന്യൂ എംപയറിന് സാധിക്കുന്നുണ്ട്. 1 മണിക്കൂർ 55 മിനിറ്റ് ആണ് ഈ സിനിമയുടെ റൺ ടൈം. എനിക്ക് തോന്നുന്നു ഗോഡ്സില്ലേക്കാൾ കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയത് കോങ്ങിനാണെന്നാണ്. കാരണം സിനിമയുടെ തുടക്കം മുതൽ സിനിമയുടെ ക്ലൈമാക്സ് വരെ കോങ് നിറസാന്നിധ്യമായിട്ട് ഈ ഒരു സിനിമയിലുണ്ട്. ഗോഡ്സില്ല ഇല്ല എന്നല്ല, ഗോഡ്സില്ലയും ഉണ്ട്. കോങ്ങിനെ സഹായിക്കാനായിട്ടാണ് ഗോഡ്സില്ല എത്തുന്നത്. ബ്ലൂ അറ്റോമിക് ബ്രീത്തിൽ നിന്നും പിങ്ക് അറ്റോമിക് ബ്രീത്ത് എങ്ങനെയാണ് ഗോഡ്സില്ലയ്ക്ക് ലഭിച്ചത് എന്നൊക്കെ വളരെ വിശദമായിട്ട് ഈ ഒരു സിനിമ കാണിക്കുന്നുണ്ട്. 2 മണിക്കൂറിൽ താഴെയാണ് ഈ സിനിമയുടെ റൺ ടൈം. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും ബോർ അടിപ്പിക്കാതെ വളരെ എൻഗേജിംഗ് ആയിട്ട് കഥയ്ക്ക് എന്താണോ ആവശ്യം അത് മാത്രം കാണിച്ചു പോകുന്ന, അനാവശ്യമായ ക്യാരക്ടേഴ്സിനെ കുത്തി നിറയ്ക്കാതെ ഡയലോഗ്സ് പോലും ആവശ്യത്തിന് മാത്രം പറയുന്ന ഒരു കിടിലൻ സിനിമ. ഇതാണ് ഗോഡ്സില്ല കോങ് ദ ന്യൂ എംപയറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഈ സിനിമ കൂടുതലും എക്സ്പ്ലോർ ചെയ്യുന്നത് ഹോളോ എർത്ത് ആണ്. ജിയ എന്ന കുട്ടിയും കോങ്ങും തമ്മിലുള്ള കണക്ഷൻ തന്നെയാണ് ഈ സിനിമയിലും എടുത്തു കാണിക്കുന്നത്. സ്കാർക്കിംഗ് എന്ന കൊടൂര വില്ലനെയും ഷിമോ എന്ന ടൈറ്റനെയും ഈ ഒരു സിനിമയിൽ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ടൈറ്റൻസ് തമ്മിലുള്ള ആക്ഷൻസും ഫൈറ്റും ഒക്കെ കാണാനാണ് ഗോഡ്സില്ല കോങ് ദ ന്യൂ എംപയർ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ധൈര്യമായിട്ട് കാണാം. മാത്രമല്ല ഗോഡ്സില്ലയുടെയും കോങ്ങിന്റെയും ഇൻട്രോ തന്നെ വലിയൊരു ഫൈറ്റിലാണ് തുടങ്ങുന്നത്. എന്തായാലും 3Dയിൽ തന്നെ ഗോഡ്സില്ല കോങ് ദ ന്യൂ എംപയർ കാണാൻ ശ്രമിക്കുക. വിഷ്വലി ഒരു വമ്പൻ ട്രീറ്റ് തന്നെയാണ് ഈ ഒരു സിനിമ. സോ ഗൈസ്, ഗോഡ്സില്ല കോങ് ദ ന്യൂ എംപയർ നിങ്ങൾ കണ്ടോ? കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.